ചേച്ചി ആ ഫംഗ്ഷനെ നിങ്ങൾ അച്ഛനും അമ്മയും സഹോദരിമാരും ഒക്കെ എത്തണം കേട്ടോ. പിന്നെ ഇവരെ മാത്രം നാളെ തന്നെ അങ്ങോട്ട് അയക്കണേ. അതിനെന്താ മാഡം, സന്തോഷമുള്ള കാര്യമല്ലേ. യാമിനി വാ നമുക്ക് പോവാം. ഇനി ഒരുപാട് പേരെ ക്ഷണിക്കാനുള്ളതാ. ശരി അനുജമോളെ ഇതായിപ്പോ ഇങ്ങനെ നിന്നാലോ? നിങ്ങൾ ചെറിയമ്മയ്ക്കും മോക്കും നാളെ വീട്ടിൽ വെച്ച് എത്ര വേണോ സംസാരിക്കാലോ. യാമിനി വാ. എങ്കി ശരി, ഞങ്ങൾ ഇറങ്ങുവാണേ. എല്ലാവരും എത്തിയേക്കണം കേട്ടോ. യാത്ര അയക്കാനൊന്നും ഇറങ്ങി വരണ്ട. അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നും എനിക്കിഷ്ടമല്ല. പോട്ടെ മോളെ. നീ എന്താ രാജു പറയുന്നേ? ഋതിക മോളോട് നന്നായി റൂമിലൊക്കെ നോക്കാൻ പറയും. നോക്കിയമ്മേ, അവിടെ റൂമിലെങ്ങും ഇല്ലെന്ന്. ഋതിക നിന്റെ കൂടെ വന്നതിൽ പിന്നെ റൂം ക്ലീൻ ചെയ്യാൻ ശ്രീലക്ഷ്മി പോലും അവിടെ കേറാറില്ല. ആ പെണ്ണ് ഓർമ്മയില്ലാതെ എവിടെയെങ്കിലും വെച്ചതായിരിക്കും. അത്രയും വിലപിടിപ്പുള്ള ആഭരണങ്ങള് മാഡം ഇത്ര കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്യോ? ഇതാരോ മനഃപൂർവ്വം എടുത്തായിട്ടാ എനിക്ക് തോന്നുന്നു. ഋതിക മാഡത്തെ കുഴപ്പത്തിലാക്കണമെന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന ചിലരെ ഇവിടെ ഉണ്ടല്ലോ. രാജു പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണോ? ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കാൻ പോവാ. ആഭരണങ്ങൾ എവിടെ പോയെന്ന് അവര് കണ്ടുപിടിക്കട്ടെ. ആ വിളിക്ക്. ആരാ പറഞ്ഞ വേണ്ടെന്ന്? രാജു, ഓർണമെന്റ്സ് രാജുവിന്റെ വീട്ടിൽ വെച്ച് നഷ്ടമായി എന്ന് പുറത്തറിഞ്ഞ അത് ചിലപ്പോ അടുത്ത പ്രശ്നമാവും. എനിക്കിപ്പോ വീട്ടിലേക്ക് പോകാനാവില്ല. ഓർണമെന്റ്സ് ഇല്ലാതെ വീട്ടിലേക്ക് ചെന്ന അത് അതിലും വലിയ പ്രശ്നമാക്കി മാറ്റും. എന്ത് ചെയ്യും? ഹലോ, ചെട്ടിയാരല്ലേ? ആ അതെ, ഞാൻ ഋതിക വർമ്മയാ, പ്രതാപ വർമ്മയുടെ മകൾ. ആ മേഡം പറയൂ. എനിക്ക് അത്യാവശ്യമായിട്ട് എന്റെ ചില ഓർണമെന്റ്സിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് വേണം. ഒറിജിനൽ ഓർണമെന്റ്സിന്റെ ഫോട്ടോ ഞാൻ അയക്കാം. ആ ശരി മേഡം, മേഡം ഫോട്ടോ അയക്കൂ. ആ താങ്ക് യു. നിന്നെ ആരാടാ ഇവിടേക്ക് ക്ഷണിച്ചത്? എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടേക്ക് വന്നത്? എന്താ പ്രതാപ, എന്താ പ്രശ്നം? ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രമാ ഇവിടെ ഞാൻ ഇവിടേക്ക് വരാൻ അനുവദിച്ചത്. എന്നിട്ടിപ്പോ കണ്ടില്ലേ, കൂടെ അവനും വലിഞ്ഞു കയറി വന്നിരിക്കുക. പ്രതാപ, നീ എന്നോട് ക്ഷമിക്കണം. രാജുവിനോട് ഋതുമോളോടൊപ്പം ഇവിടെ വരണമെന്ന് പറഞ്ഞത് ഞാൻ തന്നെയാ. എന്തിന്? ഋതുമോളോടൊപ്പം രാജുവും വന്നാലല്ലേ പ്രതാപ മറ്റുള്ളവർക്ക് അത്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇവനോട് തിരികെ പോകാൻ പറയും. ഇവനെ വീണ്ടും എന്റെ വീട്ടിൽ കയറാൻ അനുവദിച്ചിട്ട് എനിക്ക് എന്റെ ഇമേജ് തിരിച്ചു പിടിക്കണ്ട. പ്രതാപ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട അമ്മായി, ഇഷ്ടമല്ലാത്ത കാര്യത്തിന് അച്ഛനെ നിർബന്ധിക്കണ്ട. അച്ഛൻ ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചെന്നറിഞ്ഞപ്പോ എന്നെക്കാൾ ഏറെ സന്തോഷിച്ചത് രാജുവാ. അച്ഛനെ കൊണ്ട് നിർബന്ധിച്ച എന്നെ ക്ഷണിക്കാൻ സമ്മതം വാങ്ങിയതെന്ന് എനിക്ക് മനസ്സിലായി. അതിന് നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്. രാജു എന്റെ ഭർത്താവാ. എന്റെ ഭർത്താവിന് കയറാൻ അനുവാദമില്ലാത്തടത്ത് ഞാനും കയറുന്നില്ല. ഞങ്ങൾ ഇറങ്ങുന്നു.
ചേച്ചി ചേച്ചി നിക്ക് ചേച്ചി പോവല്ലേ. മോള് വിഷമിക്കണ്ട. മോൾക്ക് ചേച്ചിയെ കാണണം തോന്നുമ്പോ വിളിച്ചാ മതി. ചേച്ചി മോളെ സ്കൂളിൽ വന്ന് കാണും. വേണ്ട ചേച്ചി, ഇവിടെ ഫംഗ്ഷൻ എന്റെ കൂടെ വേണം, അല്ലെങ്കിൽ എനിക്ക് വിഷമമാവും. അപ്പു അമ്മേ ദേ ഒന്ന് പറയമ്മേ. അപ്പോ എന്താ ഇത്? വെല്ലിച്ച പ്ലീസ് വെല്ലിച്ച, ഋതു ചേച്ചിയോട് പോലെന്ന് പറ വെല്ലിച്ച. പ്രതാപ, ഞാൻ എന്തെങ്കിലും ചെയ്താ അതിന്റെ പിന്നിൽ നിനക്കുള്ള നന്മയായിരിക്കുമെന്ന് നിനക്ക് വിശ്വാസമില്ലേ? നിന്റെ മനസ്സിലെ ദേഷ്യം മാറ്റിവെച്ച് ചിന്തിച്ചാലേ നിനക്കത് മനസ്സിലാവും. നാളെ നല്ലൊരു ദിവസമായിട്ട് അപ്പുവിനെ വിഷമിപ്പിക്കണ്ട. എല്ലാം നല്ലതിനാണെന്ന് കരുതി നീ ഒന്ന് കണ്ണടയ്ക്ക്. ഋതു ചേച്ചി വെല്ലിച്ച സമ്മതിച്ചു. രാജു, സോറി രാജു. ഏട്ടന്റെ മുൻകോപം അറിയാലോ നിനക്ക്. അകത്തേക്ക് വാ. ചെല്ലെ, അവനൊന്നും പറയില്ല, ഞാൻ നോക്കിക്കോളാം.